നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ പരിചയപ്പെടാൻ പോകുന്നത് കറപ്റ്റഡ് ആയിട്ടുള്ള ഫയൽസ് ഡിലീറ്റ് ചെയ്യാതെ നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് കറപ്റ്റഡ് ആയിട്ടുള്ള ഫയൽസ് റിക്കവർ ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫയൽസ് കറപ്റ്റഡ് ആവുന്ന പറഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡിവൈസിലുള്ള മെമ്മറി തീർന്നു പോവുക, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചിലപ്പോൾ കറപ്റ്റഡ് ആവാം. അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ആയിപ്പോയി അല്ലെങ്കിൽ ക്രാഷ് ആയിപ്പോയി. അങ്ങനെയുള്ള സമയത്ത് നിങ്ങളുടെ ഫയൽസ് കറപ്റ്റഡ് ആവാം. അല്ലെങ്കിൽ വല്ല മാൽവെയറോ അല്ലെങ്കിൽ വൈറസോ കയറിയിട്ട് നിങ്ങളുടെ ഫയൽസ് കറപ്റ്റഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫയൽസ് നമുക്ക് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ നിവർത്തില്ല. പക്ഷേ ഡിലീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഫയൽസ് ഒക്കെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കറപ്റ്റഡ് ആയിട്ടുള്ള ഫയൽസ് ഒക്കെ നമ്മൾ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ വണ്ടർഷെയറിന്റെ റിപ്പയറിറ്റ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ സൈറ്റിൽ കയറിയാൽ ഇതുപോലെ ആ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ധാരാളം ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വായിച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സോഫ്റ്റ്വെയർ വർക്കിംഗ് ആണോ എന്ന് ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഫ്രീ ട്രയൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നോക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഞാൻ സേവ് ചെയ്ത് വെച്ചു. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു സ്ക്രീൻ അത് ക്ലോസ് ചെയ്തതിന് ശേഷം ചെറിയൊരു ഇൻ്റർഫേസ് ആണ് ഈ ഒരു സോഫ്റ്റ്വെയറിനുള്ളത്. ഇതാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോ റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, അതേപോലെ ഫോട്ടോ റിപ്പയർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുമുണ്ട്. നമുക്ക് വീഡിയോ റിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു കറപ്റ്റഡ് ആയിട്ടുള്ളൊരു ഫയലാണ്. ഇത് ഞാനിപ്പോൾ റൺ ചെയ്യാൻ നോക്കിയാൽ ഇതുപോലെ എറർ ആയിരിക്കും കാണിക്കുന്നത്. ചില സമയത്ത് അത് ഹാങ് ആയിട്ടിരിക്കും സിസ്റ്റം, അല്ലെങ്കിൽ മീഡിയ പ്ലെയർ ഇതുപോലെ ഹാങ് ആയിട്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ കറപ്റ്റഡ് ആയിട്ടുള്ളൊരു ഫയലാണത്. അപ്പോൾ നമുക്കതൊന്ന് റിപ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഫയൽസ് ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ഫയൽ ക്ലിക്ക് ചെയ്ത് ലോഡ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാൻ കഴിയും. താഴെ റിപ്പയർ എന്ന ബട്ടൺ അമക്കി കഴിഞ്ഞാൽ ഇതുപോലൊരു മെസ്സേജാണ് കാണിക്കുന്നത്. അതായത് റിപ്പയർഡ് സക്സസ്ഫുള്ളി. പക്ഷേ അഡ്വാൻസ് റിപ്പയർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനാണ് ഇത് പറയുന്നത്. കാരണം ഈ ഒരു ഫയൽ വല്ലാതങ്ങ് കറപ്റ്റഡായി പോയ ഒരു ഫയൽ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു മെസ്സേജ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ അഡ്വാൻസ്ഡ് റിപ്പയർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഇതുപോലെ അനലൈസ് ചെയ്യും. അപ്പോൾ ഇവിടെ ആഡ് ഫലം ഒരു തവണയും കൂടെ നമുക്കൊന്ന് ആഡ് ആക്കി നോക്കാം. അപ്പോൾ ഇത് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ വീഡിയോ ചെക്കിങ് ചെയ്യുകയാണ്. യെസ്, സക്സസ്ഫുള്ളി അത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞു. സക്സസ് ആയിട്ട് റിപ്പയർ ചെയ്ത് നമുക്ക് ഇവിടെ പ്രീവ്യൂ കാണാനായിട്ട് കഴിയും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറപ്റ്റഡ് ഫയൽസ് റെഡി ആയില്ല എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, അപ്പോൾ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കറപ്റ്റഡ് ആയി പോയിട്ടുള്ളൊരു ഫയൽ. ഇത് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് ഇടാം. പക്ഷേ അതിന് മുമ്പ് നമ്മളിവിടെ പ്ലാൻ ഉണ്ട്, അത് നമ്മൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ ബൈ നൗ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പോകുന്നത് അവരുടെ വെബ്സൈറ്റിലേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള പ്ലാൻസ് ആണ് കാണാൻ കഴിയുന്നത്. മന്ത്ലി $30, അതേപോലെ 1 ഇയർ ആണെങ്കിൽ $40, ലൈഫ് ടൈം പ്ലാൻ ആണെങ്കിൽ $60. അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് ആദ്യം ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കറപ്റ്റഡ് ആയിട്ടുള്ള ഫയൽസ് വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ സോഫ്റ്റ്വെയർ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾക്ക് ലൈസൻസ് പർച്ചേസ് ചെയ്താൽ മതി. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ക്യാമറയെല്ലാം ഉപയോഗിച്ച് വീഡിയോസൊക്കെ എടുത്ത് കഴിയുമ്പോഴായിരിക്കും ഇതുപോലെ പ്ലേ ചെയ്യുമ്പോൾ കറപ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ അത്തരം ഫയൽസൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം നമുക്കിതുപോലെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ആദ്യം ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് അത്തരം ഫയലുകൾ ഉണ്ടെങ്കിൽ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ബൈ ചെയ്താൽ മതി. അപ്പോൾ ഇത്തരത്തിൽ കറപ്റ്റഡ് ആയിട്ടുള്ള ഫയൽസ്, അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫയൽ കംപ്രസ് ചെയ്യുമ്പോഴായിരിക്കും കറപ്റ്റഡ് ആയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ വൈറസ് അറ്റാക്കോ അല്ലെങ്കിൽ വേറൊരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഇതുപോലെ കറപ്റ്റഡ് ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ അത്തരം ഫയൽസ് ഒക്കെ ഇതുപോലെ റൺ ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നോക്കുക. അതുകൊണ്ട് പ്രയോജനം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് പർച്ചേസ് ചെയ്യുക, ഉപയോഗിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ഏവർക്കും നന്ദി.